ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗംഗാധരനും ലളിതയും കിളിക്കൂട്ടിലേക്ക് വന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് അവിടെ നിന്ന് പോവുകയുമാണ്. രാത്രി സുഭാഷ് എവിടെയാണെന്നറിയാതെ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിധിയും സുധീഷും. നികേഷും ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഭാസ്കരൻ സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷെ, എനിക്ക് നികേഷിനെ കാണുമ്പോൾ എന്തോ പേടി പോലെ. പകല് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അവനെന്ന് കരഞ്ഞാലെങ്കിലും മതിയായിരുന്നു. സുഭാഷേട്ടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അതവന് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ സുധീഷ് പറയണ, ആർക്കും പറ്റില്ല നിധി, ഒരു കണക്കിന് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എവിടെ പോയി അന്വേഷിക്കുമെന്ന് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലാന്നേ. ഹരീഷ് വണ്ടിയെടുത്ത് സുഭാഷേട്ടനെ അന്വേഷിച്ചു പോയിരിക്കുകയാണ്. എനിക്ക് എവിടെയെങ്കിലും സുഭാഷേട്ടനെ അന്വേഷിക്കണമെന്നുണ്ട്. പക്ഷെ എവിടെ പോകും അറിയില്ല. എല്ലായിടത്തും പോയി അന്വേഷിച്ചു, ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്ന് അറിയില്ല. ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. അടുത്ത രാത്രി സുഭാഷേട്ടൻ എവിടെ ആയിരിക്കും പോയിരിക്കുക? അപ്പൊ ഭാസ്കരൻ ചോദിക്കുന്നു, എടാ സുധീഷ്, ആ ഹിന്ദിക്കാരി പെണ്ണില്ലേ, അതിന്റെ വീട്ടിൽ പോയി നോക്കിയോ? ഒരുപക്ഷെ ആ പെണ്ണിനെയും കൂട്ടി ഒളിച്ചോടി പോയതാണെങ്കിലോ? ആരുടെ കാര്യം പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, അവന്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാഷില്ലേ, അവന്റെ പെങ്ങടെ കാര്യമാണ് പറഞ്ഞു. ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് വിവരമില്ലേ? സുഭാഷേട്ടൻ ഒളിച്ചോടി പോയി കാണുമെന്നോ? സുഭാഷേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ? അപ്പൊ ഭാസ്കരൻ പറയണ, സമയം ശരിയല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകടാ. എനിക്കെന്തോ ആ പെണ്ണിന്റെ കൂടെ അവൻ ഒളിച്ചോടി പോയതാണെന്നാ തോന്നുന്നേ. അപ്പൊ നിധി പറയണ, ലെറ്ററിൽ സുഭാഷേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ ഇതെല്ലാം ജോത്സ്യൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തതെന്ന്? ആ ജോത്സ്യന്റെ വാക്ക് കേട്ട് താങ്ങാനാകാതെയാ സുഭാഷേട്ടൻ ഇവിടുന്ന് പോയത്. അപ്പൊ ഭാസ്കരൻ പറയണ, നിന്റെ സുഭാഷേട്ടൻ എവിടെ വേണേലും പോയതായിരിക്കട്ടെ, പക്ഷെ അർദ്ധരാത്രിയിലല്ലേ അവൻ ഇവിടുന്ന് പോയത്. അപ്പൊ അവന് താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ആ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവനോട് മാത്രം ചിരിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് കാണാം. ഇവനും ചിരിച്ചോണ്ട് അവളോട് സംസാരിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ടാ എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സുഭാഷേട്ടൻ ഒന്നും ചെയ്യില്ല. അപ്പൊ ഭാസ്കരൻ പറയണ, ചെയ്യില്ല എന്ന് നീ ചിന്തിക്കുന്നു, പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിലോ? ഈ കാര്യം പല ആംഗിളിൽ ചിന്തിക്കണം. അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ സുധീഷ് പറയണ, ആരെ കുറിച്ചും ആലോചിക്കാതെ ഒരു പെണ്ണിനെയും കൂട്ടി ഒളിച്ചോടി പോകാൻ സുഭാഷേട്ടന് കിട്ടില്ല. അപ്പൊ നിധി പറയണ, അച്ഛൻ ഒന്നും പറയണ്ട, ദയവ് ചെയ്ത് അവിടെ പോയിരിക്കെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും സുഭാഷേട്ടനെ കണ്ടുപിടിച്ചോളാം. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ, എന്റെ പ്രായത്തിനനുസരിച്ചും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഇത് പറയുന്നത്. നികേഷിന്റെ അരികിലേക്ക് ചെന്നിരുന്ന് സുഭാഷേട്ടൻ വരുമെന്ന് പറഞ്ഞ് നികേഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് നിധി. പെട്ടെന്ന് ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് ഓർക്കുകയാണ് വഴിയിൽ വെച്ച് അവിനാശിനെ കണ്ടതും സുഭാഷിനെ കുറിച്ച് ചോദിച്ചതും. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയണം, ഒരുപക്ഷെ അവിനാശിന്റെ വീട്ടിലേക്ക് പോയതായിരിക്കും സുഭാഷേട്ടൻ. അവിനാശിന്റെ സംസാരം സംശയിക്കാവുന്ന രീതിയിലായിരുന്നു. സുഭാഷേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടും അയാളുടെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അങ്ങനെ സുധീഷ് ഒന്ന് ആലോചിച്ച്, നിധി, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ സുധീഷ് പോകുന്നത് നോക്കിയിരിക്കുന്നു. തുടർന്ന് അവിനാശിന്റെ വീടിന്റെ അവിടേക്ക് വന്ന സുധീഷ് കണ്ടു നിറങ്ങിയ മനസ്സിൽ പറയുന്നു, സുഭാഷേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ സുധീഷ് വാതിൽ തട്ടുമ്പോൾ അവിനാശ് വന്ന വാതിൽ തുറക്കുകയാണ്. സുഭാഷേട്ടന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് അകത്തിരുന്ന് ചാന്ദിനിയോട് ചോദിക്കുകയാണ്, ഞാനില്ലാതെ അവരങ്ങ് ശീലിക്കുമായിരിക്കും അല്ലേ? ഇത് കേട്ട് അകത്തേക്ക് കയറി വരുന്ന സുധീഷ് അവിടെ ഇരിക്കുന്ന സുഭാഷിനെ കാണുകയാണ്. ചാന്ദിനി സുഭാഷിന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് കഴിക്കാനാകാതെ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. ഇത് കഴിക്കെന്ന് പറഞ്ഞ് ചാന്ദിനി സുഭാഷിനെ നിർബന്ധിക്കുമ്പോൾ സുഭാഷ് ചോദിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണോ? അനിയന്മാര് നന്നായിട്ട് ജീവിക്കണം, അതുകൊണ്ടാ കൂടുതലൊന്നും ആലോചിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഭക്ഷണം കാണുമ്പോഴും എന്റെ അനിയന്മാരുടെ ഓർമ്മ എനിക്ക്. അവര് കഴിച്ചു കാണുമോ ഇല്ലയോ എനിക്കറിയില്ല. എന്നെ ഉറപ്പായിട്ട് അവരന്വേഷിക്കും. അന്വേഷിച്ചാലും കുഴപ്പമില്ല, കുറച്ചു നാളുകൊണ്ട് അതെല്ലാം ശീലമായിക്കോളും. അവരെല്ലാവരും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ദേഷ്യത്തോടുകൂടി സുധീഷ് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുധീഷ് കരഞ്ഞുകൊണ്ട് അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് സുധീഷേന്ന് വിളിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷൻ എന്തായി ചെയ്തത്? രാവിലെ മുതൽ ഞങ്ങൾ എവിടെയെല്ലാം സുഭാഷേട്ടനെ അന്വേഷിച്ചു. സുഭാഷേട്ടൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞങ്ങളെ കുറിച്ചൊന്നും ഒരു വിഷമവും ഇല്ല അല്ലേ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? പറ സുഭാഷേട്ടാന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിനെ പിടിച്ച് തൊടുകയാണ്. എടാ മോനെ സുധീഷേന്ന് സുഭാഷ് വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, ഒന്ന് പോ സുഭാഷേട്ടാ. സുധീഷ് നീ കരയല്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണം, ഞാൻ എവിടെയെല്ലാം സുഭാഷേട്ടനെ അന്വേഷിച്ചെന്നറിയോ? ഭ്രാന്ത് പിടിച്ചതുപോലെ അന്വേഷിക്കുകയായിരുന്നു ഞങ്ങൾ. എന്തിനാ സുഭാഷേട്ടൻ ഇങ്ങനെ ചെയ്തത്? ഞാൻ നിങ്ങളോട് രാവിലെ തന്നെ ചോദിച്ചല്ലേ, അപ്പൊ പറയത്തില്ലായിരുന്നോ സുഭാഷേട്ടൻ ഇവിടെ ഉണ്ടെന്ന്? ഭയ്യ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് അവിനാശ് പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ്, സുഭാഷേട്ടൻ പറഞ്ഞ നിങ്ങൾ പറയത്തില്ലേ? സുഭാഷേട്ടൻ എന്താ ഭ്രാന്താണോ? ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുകയാണെന്ന് പറയുന്നു. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ്, നിങ്ങൾക്ക് നല്ലത് നടക്കാൻ വേണ്ടിയാ ഞാൻ വീട് വിട്ടിറങ്ങി പോകുന്നത്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് നല്ലത് നടക്കാനാ? അങ്ങനെ സുധീഷ് പൊട്ടിക്കരയുമ്പോൾ കരഞ്ഞുകൊണ്ട് സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷൻ എന്താ വിചാരിച്ച്? സുഭാഷേട്ടൻ പോയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്നോ? കരഞ്ഞ് സുധീഷിന്റെ കവളിൽ പിടിച്ചോണ്ട് സുഭാഷ് പറയുന്നു, ഞാൻ ഇനി എങ്ങും പോകില്ലടാ, നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോകില്ല. കരയാതെ. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ, ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയുകയോ അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളെ വിട്ടു പോകരുത്. അത് മാത്രം ചെയ്താൽ മതി. ഞാൻ നിധിയെ വിളിച്ച് പറയട്ടെ. അങ്ങനെ സുധീഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തായി സുധീഷ്, സുഭാഷൻ
സുഭാഷൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞോ? കണ്ണു നിറങ്ങിയ സുധീഷ് പറയുന്നു. നിധി സുഭാഷിനെ കിട്ടി. അങ്ങനെ സുധീഷ് സുഭാഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്. കണ്ണു നിറങ്ങിയ സന്തോഷത്തോടു കൂടി നിധി ചോദിക്കുന്നു, സത്യമാണോ? സുഭാഷൻ എവിടെയായിരുന്നു? അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറയാം. നിധി നികേഷിനോടും ഹരീഷിനോടും പറ. പാവ ഹരീഷ് എവിടേക്കോ സുഭാഷിനെ അന്വേഷിച്ച് പോയിരിക്കുക. ഞാൻ സുഭാഷിനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറ. ശരി, ഞാൻ പറയാം. നികേഷ് എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി പോവുകയാണ് നിധി. സുഭാഷ് പറയുന്നു, പാവം നിധി കരഞ്ഞുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. സുധീഷ് ചോദിക്കുന്നു, പാവോ? ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇനി പാവമാണെന്ന്. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ചൂട് ചപ്പാത്തിയും കഴിച്ചോണ്ടിരിക്കുന്നു. കവളിൽ പിടിച്ച സുഭാഷ് പറയുന്നു, സോറിടാ, നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ കരുതിയില്ല. സുധീഷ് പറയുന്നു, ഒരു സോറി. സുഭാഷിട്ടൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ സുധീഷ് സുഭാഷിനെയും കൂട്ടി ചാന്ദിനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സുഭാഷ് തിരിഞ്ഞ് ചാന്ദിനിയെയും അവിനാഷിനെയും നോക്കുന്നു. അവർ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. തുടർന്ന് ബൈക്കിൽ സുഭാഷിനെയും കൂട്ടി സുധീഷ് വീട്ടിലേക്ക് വരുമ്പോൾ നികേഷ് സുഭാഷിട്ടൻ വന്നെന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഓടി വരികയാണ്. ഹരീഷും അവിടെ കൂടി വരുന്നു. സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, എന്തിനാ സുഭാഷിട്ട് ഇങ്ങനെ ചെയ്ത്? കരഞ്ഞുകൊണ്ട് നികേഷിനെ ചേർത്ത് പിടിച്ച സുഭാഷ് പറയുന്നു, കരയല്ലേടാ നികേഷ്, ഞാൻ വന്നില്ലേ? ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ ചെയ്തത്? അപ്പൊ നിധി പറയണ, സുഭാഷിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഹരീഷ് ചോദിക്കാണ്, ഞങ്ങളെക്കാട്ടിലും വലുതാണോ സുഭാഷിന് ആ ജോർജിന്റെ വാക്കുകള്? അങ്ങനെ ഹരീഷും സുഭാഷിനെ ചേർത്ത് പിടിക്കുകയാണ്. സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന സുഭാഷിനെ കണ്ട് കണ്ടു നിറങ്ങി നിൽക്കുകയാണ് നിധി. സുഭാഷ് പറയുന്നു, കരയില്ലേ, ഞാൻ തിരിച്ചു വന്നില്ലേ? അപ്പൊ നിധി പറയണ, ഞങ്ങൾ എല്ലാവരും എത്രമാത്രം ഭയന്നെന്നറിയോ? ഞങ്ങളെ കുറിച്ച് പോലും ആലോചിക്കാതെ ആരോ എന്തോ പറയുന്നത് കേട്ട് ഞങ്ങളെ വിട്ടു പോയില്ലേ? അപ്പൊ സുധീഷ് പറയണ, സാരല്ല നിധി, സുഭാഷിനെ വന്നല്ലോ. കണ്ടു നിറങ്ങിയ സുഭാഷ് പറയുന്നു, എല്ലാവരും ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഹരീഷ് പറയണ, ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? സുഭാഷിനില്ലാതെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇവിടെ കഴിയാൻ പറ്റില്ല. എങ്ങനെ തോന്നി ഞങ്ങളെ എല്ലാവരെയും വിട്ടുപോകാൻ? ഭാസ്കരൻ അവിടേക്ക് വരുമ്പോൾ അച്ഛാന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് വരികയാണ്. സുഭാഷിന്റെ കർണമുഖ ചടിക്കുകയാണ് ഭാസ്കരൻ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, എടാ, എന്റെ 2 ഭാര്യമാരെയും ഞാനാണ് കൊന്നതെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാ കൊന്നത് ഞാനല്ലെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എടാ, പറയുന്നവര് പറയും. നാട് മുഴുവൻ എതിരെ പറഞ്ഞാലും നമുക്ക് ഉറപ്പുണ്ടായാൽ മാത്രം മതിയടാ. സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ മാത്രം തെറ്റുകാരനാകാതിരുന്നാൽ മാത്രം മതിയടാ. എന്നെ കാണുമ്പോഴെല്ലാം ഇപ്പോഴും ഈ നാട്ടുകാർ ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ എന്താ ഈ നാട് വിട്ടുപോയോ? ഈ വീട് വിട്ടുപോയോ? എല്ലാം കേട്ടും അനുഭവിച്ചും ഇവിടെ തന്നെ കഴിയുന്നില്ലേ? അവരുടെ കാര്യം വിട്ടേര്. നിന്റെ അനിയന്മാരെന്താ എനിക്ക് വലിയ ബഹുമാനം തരുന്നുണ്ടോ? ഇവര് തന്നെ എന്തൊക്കെ പറയുന്നുണ്ട്. അയ്യോ, ഈ നാട്ടുകാർ എന്നെ കുറിച്ച് മോശമായി പറയുന്നു, എന്റെ മക്കൾ എന്നെ കുറിച്ച് മോശമായി പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ വീട് വിട്ടുപോയോ? ഈ നാട് വിട്ടുപോയോ? ഇല്ലല്ലോ. പറയുന്നവൻ പറയും, 1000 തവണ പറയും. പക്ഷെ നമുക്കറിയണം നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന്. മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ഏതോ ഒരു ജോർജിയൻ എന്തോ പറഞ്ഞെന്ന് കരുതി വീട് വിട്ട് പോയിരിക്കുന്നു. നന്നായിട്ടുണ്ട്. അവനൊരു വട്ടനായിരുന്നടാ. അവൻ പറഞ്ഞത് കേട്ട ഉടനെ രാത്രി ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു. വീട് വിട്ടു പോകുന്ന പ്രായമാണോടാ ഇത്? അതല്ല അച്ഛാന്ന് സുഭാഷ് കണ്ണു നിറങ്ങി പറയുമ്പോൾ ഒന്ന് പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ ബെഡിലേക്ക് പോയി ഇരിക്കുകയാണ്. സുഭാഷിന്റെ കവിളിൽ പിടിച്ച് സുധീഷ് ചോദിക്കുന്നു, വേദനിക്കുന്നുണ്ടോ സുഭാഷേട്ടാ? സുഭാഷേട്ടൻ ഇത് വേണമായിരുന്നു. ഞങ്ങളെല്ലാവരും സുഭാഷേട്ടന്റെ അനിയന്മാരായി പോയി. അല്ലെങ്കിൽ ഇതേപോലെയുള്ള അടി ഞങ്ങളും തന്നേനെ. അപ്പൊ നിധി പറയാണ്, സുഭാഷേട്ടാ വാ ഇരിക്ക്. അങ്ങനെ അവർ സുഭാഷിന് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. എല്ലാവരും പരവേശത്തോടു കൂടി വെള്ളം കുടിക്കുന്നു. നിധിയും നികേഷിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ചു കുടിക്കുകയാണ്. സുഭാഷ് എല്ലാവരെയും ശ്രദ്ധിക്കുമ്പോൾ നിധി പറയാണ്, രാവിലെ മുതൽ ആരും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര ദാഹം. കണ്ണു നിറങ്ങിയ സുഭാഷ് പറയുന്നു, സോറിടാ, സോറി മോളെ, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഹരീഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടൻ ഈ വീട് വിട്ടു പോയാൽ പോകട്ടെന്ന് കരുതി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിച്ചോ? നികേഷ് പറയണ, നീതു വിളിച്ചിട്ട് പോലും ഹരീഷ് ഏട്ടൻ ഫോൺ എടുത്തില്ല. ആരും ജോലിക്കും പോയില്ല, ഞാൻ കോളേജിലും പോയില്ല. ഈ തിരുവനന്തപുരം മുഴുവൻ സുഭാഷ് എന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ വിഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്കുക. നിധി ചോദിക്കുന്നു, സുഭാഷ് എന്നെ എവിടെ വെച്ചാ കണ്ട സുധീഷ്? എവിടുന്നാ കൂട്ടിക്കൊണ്ട് വന്നേ? ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ നികേഷ് ചോദിക്കണ, എന്തിനാ സുധീഷ് ഏട്ടൻ ചിരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, നമ്മളാടാ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ സുഭാഷ് എന്നെ അന്വേഷിച്ച് നടന്നേ. പക്ഷെ സുഭാഷ് എന്നെ എവിടെയായിരുന്നെന്ന് അറിയോ? നമ്മുടെ അവിനാശിന്റെ വീട്ടിലെ. നിധി ചോദിക്കുന്നു, ചാന്ദിനിയുടെ വീടോ? അപ്പൊ സുധീഷ് പറയണ, അതെ, ചാന്ദിനിയുടെ വീട്ടിലുണ്ടായിരുന്നു. സുഭാഷ് ഏട്ടന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ചാന്ദിനി. അപ്പൊ സുഭാഷ് പറയണ, ചാന്ദിനി ചപ്പാത്തി ചുട്ടു തന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നത്. അത് കഴിക്കാൻ തോന്നിയില്ല എനിക്ക്. അപ്പോഴത്തേക്ക് നീ വന്നായിരുന്നല്ലോ, പിന്നെന്താ ഞാൻ കഴിച്ചെന്ന് പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ, ഓ അപ്പം സുഭാഷ് ഏട്ടനെ കഴിക്കാൻ സമ്മതിക്കാതെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണല്ലേ? അതാണ് സുഭാഷ് ഏട്ടന്റെ വിഷമം. അങ്ങനെ അല്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഒരു 4 ചപ്പാത്തിയെങ്കിലും കഴിച്ചേനെ. അപ്പൊ സുഭാഷ് പറയണ, എടാ ഞാൻ പറഞ്ഞില്ലേ അവൾ എനിക്ക് കഴിക്കാൻ തന്നു, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. സുധീഷ് പറയണ, ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോയി വിടാം, കഴിച്ച് പതിയെ നാളെ വന്നാ മതി. എന്റെ
അതെന്താടാ നീ എന്നെ കളിയാക്കുകയാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ കണ്ടുപിടിച്ചല്ലോ. ശരിക്കും സുഭാഷ് ഏട്ടൻ അവിനാശിന്റെ വീട്ടിലായിരുന്നെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ അതേടാ ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ സുഭാഷ് ഏട്ടൻ അവിടെ ഇരിക്കുകയാണ്. ആ പെണ്ണ് ചപ്പാത്തി ചുട്ടു കൊടുക്കുന്നു. നമ്മളിവിടെ അന്വേഷിച്ച് അലങ്ങി അടക്കുകയായിരുന്നു. അതൊന്നും സുഭാഷ് ഏട്ടൻ അറിഞ്ഞതേയില്ല. അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയല്ലടാ, എവിടെ പോകണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അവിനാശിന്റെ വീട്ടിലേക്ക് പോയത്. അപ്പൊ ഹരീഷ് പറയണ ഞാൻ രാവിലെ അവിനാഷ് ഭയ്യെ കണ്ടായിരുന്നല്ലോ, അപ്പൊ സുഭാഷിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് എന്നോട് പറഞ്ഞു. സുധീഷ് പറയുന്നു അതൊക്കെ പ്ലാൻഡാ. ഞാൻ രാവിലെ അവിനാശിനോട് സംസാരിച്ചപ്പോൾ ഒരു ടെൻഷൻ കണ്ടു. ആ സംശയത്തിലാണ് ഞാൻ അങ്ങോട്ട് പോയെ. അവിടെ ചെന്ന് കണ്ടപ്പോ ഞാൻ ചെയ്തു കാണിക്കാം, പറയുന്നതിനേക്കാൾ അതാ നല്ലതെന്ന് പറഞ്ഞ് നിധിയെ പിടിച്ച കസേരയിലേക്ക് ഇരുത്തിയിട്ട് സുധീഷ് പറയണ്ട നിധി സുഭാഷ് ഏട്ടൻ, ഞാൻ ചാന്ദിനി. ആ ചാന്ദിനി ചപ്പാത്തി ഉണ്ടാക്കി ഇങ്ങനെ സുഭാഷ് ഏട്ടന്റെ പ്ലേറ്റിലേക്ക് കൊടുത്തോണ്ടേ ഇരിക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാവത്തെ പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സുഭാഷ് പറയണ്ട മതിയടാ, ആ വിഷമത്തില് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിട്ടുപോയി. എങ്ങോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോയാലേ നിങ്ങൾക്ക് നല്ലത് നടക്കുമെന്നാ ഞാൻ വിചാരിച്ചു. സോറിടാ. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ചപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞ് എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? സുഭാഷ് ചോദിക്കുന്നു നിങ്ങളാരും ഒന്നും കഴിച്ചില്ലേ? അപ്പൊ നികേഷ് പറയണ എങ്ങനെ കഴിക്കാനാ സുഭാഷ് ഏട്ടാ, രാവിലെ മുതൽ സുഭാഷ് ഏട്ടനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ വേണ്ട വേണ്ട, ഇവിടെ അങ്ങിരുന്നാ മതി. ഹരീഷ് പറയണ ഞാൻ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് വരാം സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. സുഭാഷ് വിഷമത്തോടുകൂടി എല്ലാവരെയും നോക്കുമ്പോൾ നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ കഴിക്ക്. എല്ലാവരും വാർത്തയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. സുഭാഷ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ വളരെ ദേഷ്യത്തോടുകൂടി സുഭാഷിനെ നോക്കുന്നു. സുഭാഷ് ഭയത്തോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു അച്ഛവാ നമുക്ക് കഴിക്കാം. ഭാസ്കരൻ പറയുന്നു എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിക്കാം മോളെ. അങ്ങനെ അവിടേക്കിരുന്ന ഭാസ്കരൻ പറയണ വീട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. അപ്പൊ സുഭാഷ് പറയണ സോറിടാ നിധി, സോറി. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ എന്നെ അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പൊ ഹരീഷ് ചോദിക്കാണ് പിന്നെ ഞങ്ങൾ എന്ത് വേണമായിരുന്നു? സുഭാഷ് ഏട്ടൻ പോയി പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച ഭക്ഷണം കഴിക്കണമായിരുന്നു. ദേ ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഒന്നും കഴിച്ചിട്ടില്ല, സുഭാഷ് ഏട്ടനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സുഭാഷ് കണ്ടു നിറങ്ങിയ ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. അപ്പൊ ഹരീഷ് പറയണ ഈ വീട്ടിൽ സുഭാഷ് ഏട്ടന്റെ വാല്യൂ എന്താണെന്ന് സുഭാഷ് ഏട്ടന് പോലും അറിയില്ല, ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിക്കോ. അപ്പൊ നികേഷ് പറയണ സുഭാഷ് ഏട്ടാ ഇതോടുകൂടി വീട് വിട്ടു പോകുന്നതൊക്കെ അവസാനിപ്പിച്ചോണം, പിന്നെ ഒരിക്കലും ഞാൻ സുഭാഷ് ഏട്ടനോട് വേണ്ടില്ല. സുധീഷ് പറയണ സുഭാഷ് ഏട്ടന്റെ പ്രശ്നം എന്താ? ആ ജോത്സ്യൻ പറഞ്ഞതല്ലേ അതൊക്കെ നടക്കുമെന്ന് ഭയക്കുന്നു. അയാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളം ആയിരുന്നുവെന്ന് ഞാൻ നാളെ സുഭാഷ് ഏട്ടന്റെ മുന്നിൽ തെളിയിക്കാം. ആദ്യം അത് ചെയ്യണമെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ അതെങ്ങനെ? അപ്പൊ സുധീഷ് പറയണ ഞാൻ കാണിച്ചു തരാം, സുഭാഷ് ഏട്ടൻ നാളെ കണ്ടോ. നികേഷ് ചോദിക്കണ സുഭാഷ് ഏട്ടൻ എങ്ങനെ അതൊക്കെ വിശ്വസിച്ചെന്ന് എനിക്കറിയില്ല, നമ്മൾ ഇതെന്തെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടിനെ കുറിച്ചും ഈ വീട്ടിലുള്ളവരെ കുറിച്ചും ആരോട് ചോദിച്ചാലും മോശമായിട്ടേ പറയും, അതൊക്കെ നമുക്ക് ശീലമല്ലേ. അതേ കാര്യം തന്നെ ഒരു ജോത്സ്യം പറഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടൻ വീട് വിട്ടുപോയി. അപ്പൊ നിധി പറയണ നികേഷ് ചോദിച്ചത് ശരിയല്ലേ സുഭാഷ് ഏട്ടാ, ഇതൊക്കെ കേട്ട് നിങ്ങൾ എല്ലാവരും ശീലിച്ചതല്ലേ, പിന്നെ എന്ത് പ്രശ്നം? അപ്പൊ സുഭാഷ് പറയണ അയാളെ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ കാരണം എന്റെ അനിയന്മാരുടെ ജീവിതം ഇല്ലാതാകുമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഹരീഷ് പറയണ സുഭാഷ് ഏട്ടൻ മനസ്സിലാക്കിക്കോ, സുഭാഷ് ഏട്ടനില്ലെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. സുധീഷ് പറയണ സുഭാഷൻ ഇപ്പൊ ഇത് കഴിക്ക്. വിഷമത്തോടുകൂടി സുഭാഷ് ഭാസ്കരനോട് പറയുന്നു അച്ഛാ കഴിക്ക്, വാ നീ കഴിക്കടാന്ന് സുഭാഷ് പറയുമ്പോൾ നിധിയും സുധീഷും ഭാസ്കരനെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാണ്. ഭാസ്കരൻ അവരുടെ ഒപ്പം അവിടേക്ക് വന്നിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി എല്ലാവരും ഭാസ്കരനും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ശേഷം എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ഭാസ്കരൻ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്